നമ്മളിവിടെ പഠിപ്പിച്ചിരിക്കുന്നത് പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. ഇതാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇത് വെച്ചിട്ടാണ് ഇവിടെയുള്ള ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ടാണ് ആളുകൾ ഫെയിലാവുന്നത്. വാട്ട്, വെയർ, വെൻ, വൈ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് വളരെ ചുരുക്കമാണ്. ഇതല്ലാതെ 25 സിറ്റുവേഷൻസ് ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. അത് ഈ പ്രസൻറ്റും പാസ്റ്റിലും ഫ്യൂച്ചറും പഠിച്ചാൽ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ 100% നിങ്ങൾ ഫ്ലുവൻ്റ് ആണെങ്കിൽ റീഫണ്ട് ചെയ്യാമെന്ന് പറയേണ്ട കാരണം. പലരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വരുമ്പോൾ തന്നെ നമുക്ക് സംസാരിക്കുക എന്നുള്ളൊരു രീതിയിലേക്ക്. അതിൽ വേറൊരു കാര്യം എന്താണെന്ന് അറിയോ, എല്ലാ മേഖലകളിലും ഈ ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഒരു സിനിമാ നടനായിട്ട് വരുന്ന ഒരാളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? നായകനാവണമെന്നാണ്. അയാൾക്ക് സൈഡായിട്ട് അഭിനയിക്കണമെന്നൊന്നും താല്പര്യമില്ല. പക്ഷേ കാലം അയാൾ അങ്ങനെ അഭിനയിപ്പിക്കുന്നത് മാത്രം. അപ്പോൾ ഒരു ഡ്രൈവർക്ക് പെട്ടെന്ന് എല്ലാ വണ്ടികളും ഓടിക്കണമെന്നാണ് ആഗ്രഹം. എന്ത് സ്കില്ലായാലും അതിൻ്റെ ബേസിക് ബാലപാഠങ്ങളുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ വരുന്നവരുടെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കണം. എനിക്കിങ്ങനെ മലയാളം പറയുന്ന പോലെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കണം. നമ്മുടെ കാരണന്മാർ പറയും പലതുള്ളി പെരുവെള്ളമെന്ന്. ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ഫ്ലെക്സിബിളാക്കി കണക്ട് ചെയ്താൽ മാത്രമാണ് ഇംഗ്ലീഷ് അങ്ങനെ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ വരുന്നവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് റിസൾട്ട് വേണം. ഇപ്പോഴത്തെ ആളുകളുടെ ഒരു ധാരണ പെട്ടെന്ന് റിച്ച് ആവണം, അതേപോലെ തന്നെ പെട്ടെന്ന് ഇംഗ്ലീഷ് വരണമെന്നാണ്. പക്ഷെ പെട്ടെന്ന് ഇംഗ്ലീഷ് വരുത്താം. ശരിക്കും നമ്മളിപ്പോൾ ഞാൻ 5 മണിക്കൂർ കണ്ടിന്യൂസ് ഇരുന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം കുട്ടികളോട്, ഞാൻ കരാട്ടെ പഠിപ്പിക്കുന്ന കുട്ടികളോട് തട്ടിമുട്ടി ഇംഗ്ലീഷ് പറയുന്നത് വിചാരിച്ചാൽ ഞാൻ വന്നത്, ഇംഗ്ലീഷ് പഠിച്ചത്. പക്ഷേ ഞാൻ 5 മണിക്കൂർ പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് എനിക്ക് പഠിപ്പിക്കാൻ പറ്റി. ഞാൻ പറയുന്നത് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മഴ വന്നാലും വെയിൽ വന്നാലും ഹോളിഡേ വന്നാലും മരണം വന്നാലും കല്യാണം വന്നാലും ഒരു 2 മാസം 60 ദിവസം റെഗുലറായിട്ട് പ്രാക്ടീസ് കഴിഞ്ഞാൽ അവർക്ക് അത്ഭുതകരമായിട്ടുള്ള മാറ്റം ഉണ്ടാവും. അതായത് അവർക്ക് തന്നെ തോന്നും എനിക്കിങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന്. അതാണ് പ്രാക്ടീസിൻ്റെ പ്രത്യേകത. ഇപ്പം ബിതോവൻ്റെ ഒരു നടന്ന കഥയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാനൊരു ട്രെയിനർ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ബിതോവൻ മ്യൂസീഷ്യനായിരുന്നു, വേൾഡ് ഫേമസ് സിംഫണി ക്രിയേറ്റ് ചെയ്ത ആളാണ്. അപ്പോൾ ബിതോവൻ്റെ മ്യൂസിക് കോൺടെസ്റ്റ് കഴിഞ്ഞ് ഒരു പ്രോഗ്രാം കഴിഞ്ഞ് അദ്ദേഹം ഗ്രീൻ റൂമിലിരിക്കുമ്പോൾ ഒരു ലേഡി വന്ന് ചോദിക്കുകയാണ്, ബിതോവൻ എനിക്ക് അങ്ങയെപ്പോലെ പിയാനോ പ്ലേ ചെയ്യണം, ഞാനതിനെന്താണ് ചെയ്യേണ്ടത്? എനിക്കത് പഠിക്കണം, അങ്ങനെ ചെയ്യണം എന്ന് പറയാം. അപ്പോൾ ബിതോവൻ റിപ്ലൈ ചെയ്തു, അത് വളരെ ഈസിയാണ്. പ്രാക്ടീസ് 14 hours പെർ ഡേ ഫോർ 14 years. അതായത് ഒരു ദിവസം 14 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യുക, 14 വർഷം നിങ്ങൾക്ക് എന്നേക്കെയും സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. അതൊരു കഥയാണോ നടന്ന സംഭവമാണ്, പക്ഷെ അതെന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തൊരു കാര്യമാണ്. കാരണം നമ്മൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് സക്സസ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഇങ്ങനെ പെട്ടെന്ന് റെഡിയാക്കാമെന്ന് വിചാരിക്കുന്നവരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ 1 മണിക്കൂർ എന്നുള്ളത് 3 മണിക്കൂർ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയാവാം. ഇംഗ്ലീഷ് സംസാരിക്കാൻ സീക്രട്ട് ഉണ്ടോ എന്നാണ് പലരുടെയും ചോദ്യം. സീക്രട്ട് ഉണ്ട്. ആ സീക്രട്ട് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള മനസ്സിലാക്കലും കൃത്യമായിട്ടുള്ള പ്രാക്ടീസും ഉണ്ടെങ്കിൽ അറിയാതെ വരും. ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന എല്ലാ കാലത്തും അതിൻ്റേതായ ഒരു പ്രാധാന്യമുണ്ട് ഈ പറയുകയാണെങ്കിൽ. ഇപ്പോൾ നിലവിലിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു പ്രാധാന്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുക അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളതിൻ്റെ ഒരു സാധ്യത എത്രത്തോളം കൂടി? അതെ, ശരിക്കും ടെക്നോളജി എപ്പോഴും ഇപ്പോൾ വരുന്നത് ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷിൽ തന്നെയാണ്. എല്ലാ മേഖലകളെടുത്ത് ഇംഗ്ലീഷിൻ്റെ വാല്യൂ ഒരിക്കലും കുറയുന്നില്ല. ഇംഗ്ലീഷിൻ്റെ വാല്യൂ അനുദിനം കൂടിക്കൊണ്ടിരിക്കുക എല്ലാ മേഖലകളിലും. ഇംഗ്ലീഷ് ഇല്ലാതെ ഒരിക്കലും ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലേക്കാണ് വരണേ. അത് നഴ്സിംഗ് മേഖലയിലായിക്കോട്ടെ, മാനേജ്മെൻറ്റ് മേഖലയിലായിക്കോട്ടെ, ബിസിനസ് മേഖലയിലായിക്കോട്ടെ, ഏത് ഫീൽഡിലും, അതായത് എൻജിനീയറിംഗ് ഫീൽഡിലായിക്കോട്ടെ, എന്ത് ഫീൽഡ് എടുത്താലും ഇംഗ്ലീഷ് ഇല്ലാതെ ഒരു കാര്യമില്ല. പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇത് വരുമ്പോൾ, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ വരുമ്പോൾ, റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ വരുമ്പോഴും ഇംഗ്ലീഷ് കൂടുതൽ, കാരണം കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ലോകത്തിൽ നിലനിൽക്കാൻ കഴിയില്ല. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഉള്ളിടത്തോളം കാലം ഇംഗ്ലീഷ് ഈസ് എ ലിംഗ് ഓഫ് ഫ്രാങ്ക് എന്ന് പറയുക. ശരിക്കും പൊതുഭാഷയാണ് ഇംഗ്ലീഷ്. വേൾഡിൻ്റെ ഭാഷയായിട്ട് ഇംഗ്ലീഷ് മാറിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനിയും ഇപ്പോൾ ഒന്നെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കോൺവെർസേഷനിൽ പോലും ഇംഗ്ലീഷ് പറയാത്തൊരു തലമുറ ഇനി ഉണ്ടാവില്ല. എല്ലാ തലമുറയും ഇംഗ്ലീഷ് സംസാരിക്കുന്ന അവസ്ഥയിലേക്ക് മാറും എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം ചൈന പോലും ഇംഗ്ലീഷ് പഠിപ്പിക്കാതെ, ഇംഗ്ലീഷിനോട് എതിർത്ത് നിന്നാണ് ചൈന പോലും ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ തുടങ്ങി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ദർ ഈസ് നോ ഇംഗ്ലീഷ്, ദർ ഈസ് നോ ലൈഫ് എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും എന്നുള്ളതാണ് ഞാൻ പറയുന്നത് പൊതുഭാഷയാകുന്നത് കൊണ്ട്. ഓക്കെ. ഇപ്പോൾ നേരത്തെ പറഞ്ഞു, നമ്മളിപ്പോൾ നമ്മുടെ ഇവിടെ പഠിക്കുന്ന വെസ്റ്റേൺ സ്പീക്കറിൽ പഠിക്കുന്നവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
സെലിബ്രിറ്റീസ് ഉണ്ട്, അതുപോലെ ബിസിനസ്സുകാരുണ്ട്, അങ്ങനെ വിവിധ തലങ്ങളിലും വിവിധ മേഖലകളിലും പ്രവർത്തിക്കുന്നവരുണ്ട്. പക്ഷേ അവിടെ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് പഠിക്കണമെങ്കിൽ ഈ ഗ്രാമറിൻ്റെ സഹായം ആവശ്യമാണ്. ഇപ്പോൾ ഒരു ഗ്രാമറിൻ്റെ സഹായമില്ലാതെയും അല്ലെങ്കിൽ ഒരു സാധാരണക്കാരെ സംബന്ധിച്ച് അവർക്ക് ശരിക്കും ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കുമോ? ഞാനിപ്പോൾ ശരിക്കും പഠിപ്പിക്കുന്നതെന്ന് പറയുന്നത് അതിന് 3 തരത്തിലുള്ള കോഴ്സുകളാണ് എനിക്കുള്ളത്. ഒന്ന് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിക്കുന്ന കോഴ്സാണ് 25 ദിവസത്തെ കോഴ്സ്. രണ്ടാമത്തെ 90 ദിവസത്തെ ഓൺലൈൻ ട്രെയിനിങ് വരുന്നുണ്ട്. പിന്നെ ബിസിനസ്സുകാർക്ക് വേണ്ടി മാത്രം ഇൻഡിവിജ്വൽ ട്രെയിനിങ് ഞാൻ എടുക്കുന്നുണ്ട്. അതായത് 1-to-1 ട്രെയിനിങ് ആണ് അത് വരുന്നത്. അത് നേരിട്ട് ഞാൻ സൂമിലായിരിക്കും 1 hour ക്ലാസ്സുകൾ എടുക്കുന്നത്. ഇങ്ങനെയുള്ള സെഷൻസ് വരുന്നുണ്ട്. ഇതിൽ വിവിധ കാറ്റഗറി ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ വരുന്ന ഒരാൾക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇനഫ് വൊക്കാബുലറി ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കൊടുക്കുന്നത് 300 ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന വൊക്കാബുലറിയാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വൊക്കാബുലറിയാണ് കൊടുക്കണേ. അപ്പോൾ എല്ലാവരും ധാരണ എന്ന് പറയുന്നത് ഈ വൊക്കാബുലറി ബൈ ഹാർട്ട് ചെയ്യണമെന്നാണ്. അല്ല, അതൊരു 15 ദിവസം ഈ വൊക്കാബുലറി 300 വൊക്കാബുലറി തന്നെ അറൗണ്ട് ഒരു 260-270 തന്നെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുള്ളൂ. 10, 30, 20 ആണ് അറിയാൻ പാടില്ലാത്തവരുണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ വേർഡുകൾ ഒരു 10 ദിവസം റെഗുലർ രാത്രി കിടക്കുന്നതിന് മുൻപും രാവിലെ എണീക്കുന്നതിന് ശേഷവും ഇത് വായിക്കുകയാണെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് അപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണ്. ഈ 300 വേർഡ്സും ഓർത്തിരിക്കാൻ പറ്റൂല. നമുക്കിങ്ങനെ സിനിമ പ്രൊജക്ടറിൽ കാണിക്കുന്നവരെ കാണിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ മനസ്സിൽ ഈ വേർഡുകൾ ഉണ്ടാവും. നിങ്ങൾ മലയാളത്തിൽ എത്ര വേർഡുകൾ നിങ്ങൾക്ക് അറിയാമെന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് ഒത്തിരി വേർഡ് എഴുതി തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കാലത്തുണി വൈകുന്നേരം വരെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓർത്തെടുത്ത് എഴുതാൻ പറ്റും. പക്ഷേ അത് നമ്മൾ ഓർത്തിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതേപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിലും. അപ്പോൾ നമ്മൾ ആദ്യം ഇതൊരു 10 ദിവസം ഇത് റെഗുലറായിട്ട് കാലത്തും വൈകിട്ടും വായിച്ച് കഴിയുമ്പോൾ ഈ വേർഡ്സുകൾ അറിയാതെ മനസ്സിൽ വരും. അപ്പോൾ മലയാളത്തിൽ നമ്മളിപ്പോൾ കാലത്ത് തുടങ്ങി വൈകുന്നേരം വരെ സംസാരിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. ഈ കാലത്ത് തുടങ്ങി വൈകുന്നേരം വരെ സംസാരിക്കുന്ന ഒരാൾ അയാൾ സംസാരിക്കുന്ന കോൺവെർസേഷൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ 35 മുതൽ 40 വേർഡുകളാണ് അയാൾ സംസാരിക്കുന്നുള്ളൂ. പക്ഷെ അയാൾ പറയുന്ന കാര്യങ്ങൾ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഉപയോഗിക്കുന്ന വാക്കുകൾ ഇപ്പോൾ ഈ വൊക്കാബുലറി എന്ന് പറയുന്നത് 35 മുതൽ 40 വേർഡുകൾ ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷെ അതിനിടയിൽ യൂസ് ചെയ്യുന്ന യൂസേജുകളുണ്ട്. ആ യൂസേജുകളാണ് പഠിക്കേണ്ടത്. നമ്മളിവിടെ പഠിപ്പിച്ചിരിക്കുന്നത് പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. ഇതാണ് നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത്. ഇത് വെച്ചിട്ടാണ് ഇവിടെയുള്ള ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ടാണ് ആളുകൾ ഫെയിലാവുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ ഈ പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ എന്ന് പറയുന്നത് 20% മാത്രമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഹെൽപ്പ് ചെയ്യുന്നത്. ബാക്കി 80% എന്ന് പറയുന്നത് യൂസേജുകളാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ വെസ്റ്റേൺ സ്പീക്കർ പഠിപ്പിക്കുന്നത് 44ഓടത്തോളം സെൻറ്റൻസസ് പാറ്റേൺസ് എന്ന് പറയും. ഈ പാറ്റേൺ പഠിച്ച ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്നത് ഈ പാറ്റേൺ പഠിച്ച് എക്സാമ്പിൾ പ്രാക്ടീസ് ചെയ്ത ആളുകൾ ഒരു കാരണവശാലും ഫ്ലുവൻ്റ് ആവാതിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഗ്യാരണ്ടി പറയുന്നത്. സെൻറ്റൻസസ് പാറ്റേൺസ് പഠിക്കുന്നതിലല്ല കാര്യം. നമുക്കിപ്പോൾ DC ബുക്സിലോ മാതൃഭൂമി ബുക്സിലോ പോയി കഴിഞ്ഞാൽ ഇംഗ്ലീഷിൻ്റെ ബുക്സ് എത്ര വേണമെങ്കിലും മേടിക്കാം. പക്ഷെ അത് മേടിക്കുന്നതിലല്ല കാര്യം. നമ്മളതെങ്ങനെ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യുന്നു, എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു. ഡിഷ് ഒരു ഷെഫിനെ പോലെ തന്നെയാണ്. ഓരോ കറികൾക്കും ഓരോ റെസിപ്പിയാണ്. ആ റെസിപ്പി അയാളുടെ മനസ്സിൽ അപ്പോൾ ഓർമ്മ വരും. അതനുസരിച്ചാണ് ഈ സെൻറ്റൻസസ് പാറ്റേൺസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ. ഈ നമ്മൾ പഠിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഈ വാട്ട്, വെയർ, വെൻ, വൈ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് വളരെ ചുരുക്കമാണ്. ഇതല്ലാതെ 25 സിറ്റുവേഷൻസ് ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. അത് ഈ പ്രസൻറ്റും പാസ്റ്റിലും ഫ്യൂച്ചറും പഠിച്ചാൽ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ 100% നിങ്ങൾ ഫ്ലുവൻ്റ് അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യാന്ന് പറയേണ്ട കാരണം. അപ്പോൾ വരുന്ന ഒരു വിദ്യാർത്ഥി ഈ 300 വൊക്കാബുലറി അയാൾ ഏത് ക്വാളിഫിക്കേഷൻ ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് വേർഡ്സുകൾ വായിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിക്ക് ഇവിടെ നിന്ന് തുടങ്ങി പഠിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷുകാർ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. ചിലർക്ക് കുറച്ച് സമയം എടുക്കും. അത് എല്ലാവരും ഒരേ ബ്രെയിൻ അല്ലല്ലോ. എല്ലാവർക്കും അണ്ടർസ്റ്റാൻഡ്. ചിലർക്ക് 10 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്താൽ റെഡിയാവും. ചിലർക്ക് 20 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്താലേ റെഡിയാവുള്ളൂ. ചിലർക്ക് 50 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്താലേ റെഡിയാവുള്ളൂ. അപ്പോൾ ഈ സമയം എടുക്കാതിരിക്കുക റെഡിയാവും എന്നുള്ളത് 100% ഉറപ്പാണ്. അത് ഞാൻ ചലഞ്ച് ചെയ്യാൻ തയ്യാറാണ്. ഒരാൾ വേർഡ്സ് വായിക്കാൻ മാത്രം അറിയാവുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളെ 100% ഞാൻ ഫ്ലുവൻ്റ് ആക്കാമെന്ന് ഞാൻ വാക്ക് തരുന്നു. അത് 100% സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ 30,000 എന്നുള്ള സംഖ്യ ഇനി ഭാവിയിലേക്ക് ഉയരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു.